ഞാനേ ഇന്നൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിക്കാം. കിൻഡർ ബിരിയാണി ഇട്ടു. അത് അതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കിയായിരുന്ന കിൻഡർ ബിരിയാണി നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ബാച്ചിലേഴ്സിനും പിന്നെ ലഞ്ച് ബോക്സിനും ഒക്കെ പെട്ടെന്ന് കുട്ടികള് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു ബിരിയാണി ഉണ്ടാക്കി തരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് ബിരിയാണി. നമ്മളിങ്ങനെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കുറേ ആയിട്ട് തോന്നും, പക്ഷെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് സൂപ്പറായിട്ട് ബിരിയാണി ഉണ്ടാക്കാം. അപ്പൊ നമുക്കത് ഇങ്ങനെ ഉണ്ടാക്കണേ നോക്കാം കേട്ടോ. നമുക്ക് ഇതിന് 2 മീഡിയം സൈസ് സവാള വേണം. അധികം വലിപ്പില്ലാത്ത കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി. ഒരുപാട് ഇഞ്ചി ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ബിരിയാണിക്ക്. പിന്നെ 2 കട വെളുത്തുള്ളി. ഇതാണ് ആകെയുള്ളൊരു പണി. അത് ഞാൻ പറയുകയാണെങ്കിൽ തലേ ദിവസം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നാലും ഇതില്ലെങ്കിൽ നമുക്ക് ബിരിയാണി എന്താ പറയാ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ല. അതിന് ഈ സംഭവം കൂടിയേ തരും, വേറെ ഒരു നിവൃത്തിയില്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2-3 പച്ചമുളക് വേണം. ഇതൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് പൊട്ടിച്ചതാ. പിന്നെ ഞാൻ മല്ലിയില, ഞാൻ ആഫ്രിക്കൻ മല്ലിയില തന്നെ, നല്ലൊരു മണം കിട്ടും. സാധാരണ മല്ലിയിലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ വീട്ടിലുള്ള കാരണം ഞാൻ ഇതിടുന്നതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പൊട്ടിച്ച പുതിനയില കണ്ട പീക്കിരിയാണ്. പക്ഷെ നമ്മുടെ വിഷന്നിടാത്തതല്ലേ, അപ്പൊ ഞാനിതിടാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. 2 സവാള അരിയണം, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ബിരിയാണി നമ്മൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ട പണി നമ്മൾ അരി കുതിർക്കാനിടാനുള്ളതാണ്. നമ്മുടെ കിൻഡർ ബിരിയാണിയിൽ അരി കുതിർക്കണ്ട, പക്ഷേ ഈ ബിരിയാണിയിൽ അരി കുതിർത്താലേ നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി ഒരു 20 മിനിറ്റെങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമരിയാണ് കേട്ടോ. നിങ്ങൾ എപ്പോൾ ബിരിയാണി വെച്ചാലും ഈ കൈമരി കൊണ്ട് വെച്ചാൽ തന്നെ ഒരു പ്രത്യേക ഒരു മണം കിട്ടും. ഞാൻ സാധാരണ കൈമരി കൊണ്ടാണ് വെക്കാറ്. പക്ഷേ കിൻഡർ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ലോങ് ഗ്രെയിനാണ് കേട്ടോ ഞാൻ എടുക്കാറ്. അല്ലെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള വേവ് ശരിയാവില്ല. ഓരോ അരിക്കും ഓരോ വേവാണേ. അരിയൊക്കെ അവിടെ ഇരുന്ന് കുതിരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് സവാള, ഇഞ്ചി, പച്ചമുളക് സംഭവങ്ങളൊക്കെ തൊലി കളഞ്ഞ് നന്നാക്കി എടുക്കാം. ഇത്തിരി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ നന്നാക്കി എടുക്കാം. എല്ലാവരും എന്ത് പറയുന്നു, സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കാം കേട്ടോ. ഓണക്കോടിയൊക്കെ എടുത്താ? ഓണത്തെ അടുത്താഴ്ച ഓണായി. ഞാൻ ഓണക്കോടിയൊക്കെ എടുത്തു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ അടുത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുക കേട്ടോ. മാക്സിൽ പോയിട്ടാണ് എടുത്തത്. പിന്നെ അതിൻ്റെ വിശേഷം ഞാൻ ആ സമയമാകുമ്പോൾ പറയാം. ഓണത്തിന് നാട്ടിൽ പോകാന്നുള്ളതാണ് ഏക സന്തോഷം. അപ്പൻ്റെയും അമ്മേനെയും പിന്നെ ചേട്ടൻ്റെ മമ്മീൻ്റെയും പപ്പേരൊക്കെ കൂടെ ഓണാഘോഷിക്കണം. അതെ, നമ്മുടെ ആദൂട്ടൻ്റെ പരീക്ഷ ആയിരുന്നു കേട്ടാ. ഒരാഴ്ചയുടെ ഒരു എക്സാം ആയിരുന്നു. ദൈവമേ, ഞാൻ പഠിപ്പിക്കാനായിട്ട് എത്തുമ്പോ ഒന്ന് മുഖം കുറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ ഇങ്ങനെ കൊടുക്കും. ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, കുമ്പളിങ്ങി നൈറ്റ്സിൽ ഷമ്മിയില്ലേ, ഏകദേശം അതേപോലൊക്കെ തോന്നും. അവൻ്റെ ഇതിങ്ങനെ ഞാൻ പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട് പെൻസിലെടുത്തിട്ട് ഇങ്ങനെ ഇടിക്കും. ഞാൻ ആദ്യമൊക്കെ പിന്നെ ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ ഇപ്പം ഞാൻ നല്ല ചീത്ത പറയും. പഠിക്കണ പെൻസിലെടുത്ത് എറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നല്ല ചീത്ത പറയും. അതുകൊണ്ട് എറിയില്ല. പക്ഷെ ഞാൻ പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങിയിട്ട് ഇങ്ങനെ ഭയങ്കര പിണക്കാം. അത് ഏറ്റവും താഴെയുള്ള മോനായതുകൊണ്ടാണെന്ന് അറിയില്ല. ഇത്തിരി കൊച്ചിക്കലൊക്കെ ഉണ്ടേ. അപ്പൊ അവന് പിണങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങനെ അവന്റെ വഴിക്ക് വരുമെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് ഭയങ്കര പിണക്കം. അപ്പൊ അവന്റെ താളത്തിന് കൊടുത്ത് നിന്ന് നമ്മൾ പഠിപ്പിക്കണം. അയ്യോ, ഒരു കണക്കിന് ഒന്നും പഠിപ്പിച്ചൊക്കെ എടുക്കും. എന്നിട്ട് ആദ്യത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ അവനൊരു ഓർമ്മയില്ല. ചില സമയത്ത് കുഴപ്പമൊന്നുമില്ല. ചില കളിയുടെ മൂഡിലിരുന്ന് പഠിക്കുമ്പോൾ അവൻ ശ്രദ്ധിച്ചിരിക്കില്ല. പിന്നെ അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ABCD ഈ വരെയാണുണ്ടായി അവൻ്റെ സ്കൂളില്. പിന്നെ എനിക്കിത് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഒരാളോട് നിന്ന് സംസാരിക്കുമ്പോണം ഭയങ്കര സന്തോഷം തോന്നാം. അല്ലെങ്കിൽ വീട്ടിൽ തന്നെയല്ലേ. പിന്നെ എനിക്ക് എൻ്റെ പാച്ചൂട്ട് മാത്രമേ ഉള്ളൂ. എനിക്കൊരു തത്തമ്മയുണ്ട് കേട്ടോ, പാച്ചൂട്ടൻ. ഞാൻ ഒരു ദിവസം കാട്ടിത്തരാം അവനെ. ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾക്ക് അതിനെ വഴിയിൽ നിന്ന് കിട്ടിയതാ. അത് ഞങ്ങൾ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അതിനെ വല്ല പട്ടിയോ പൂച്ചയൊക്കെ പിടിച്ച് ചത്തുപോയാനെ. ഇപ്പം ഭയങ്കര സ്നേഹമാണ്. ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. പാച്ചു എന്നാണ് അവൻ്റെ പേര്. പക്ഷെ സ്നേഹം കൊണ്ട് ചക്കരക്കുട്ടാന്ന് വിളിക്കുക.
ഇപ്പൊ വിത്തിരിശ വർത്താനൊക്കെ പറഞ്ഞു തുടങ്ങി. ഞങ്ങൾക്ക് അറിയില്ലല്ലോ കിട്ടുമ്പോ ആണാണോ പെണ്ണാണോന്ന്. പിന്നൊക്കെ ഞങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തൊക്കെ പെണ്ണ് തത്ത അങ്ങനെ സംസാരിക്കില്ല, ആണത്തത്ത സംസാരിക്കും. അപ്പൊ പ്രാർത്ഥനയായിരുന്നു. എനിക്ക് ചെറുപ്പത്തിലെ ഭയങ്കര ഇഷ്ടമായിരുന്നു തത്തമ്മേനെ. അപ്പൊ പ്രാർത്ഥനയായിരുന്നു, ദൈവമേ തത്തമ്മേനെ കിട്ടിയപ്പോ അത് രാണ്ടത്തിയാവണേത്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ സംസാരിക്കും. ഇപ്പൊ 5 മാസമായി അവന് കിട്ടിയിട്ട്. അപ്പൊ എങ്ങനെ ചക്കരക്കുട്ടാ ടാറ്റാ എന്നൊക്കെ പറയും, അങ്ങനത്തെ വർത്താനങ്ങളൊക്കെ പറയും. പിന്നെ അവൻ നമ്മൾ കൂട്ടിലിടിലേക്ക് കൂട്ടിലിടാൻ ഭയങ്കര വിഷമാ. പക്ഷെ അവന്റെ ഒരു വീട് എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു കൂടുണ്ട്. പക്ഷെ കൂടിന്റെ ഉള്ളിലേക്കൊന്നും കയറില്ല കേട്ടോ. അവിടെ ഞങ്ങളൊരു കറിവേപ്പിലേറെ ഒരു തണ്ട് മുറിച്ചപ്പോ അതിന്റെ വലിയ തണ്ട് നോക്കിയിട്ട് അവന് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുമ്മ കയറിയിരിക്കും. പിന്നെ ഫുൾ ടൈം ഞങ്ങളുടെ പിന്നാലെ നടക്കും. ഞങ്ങൾ ഭയങ്കര അധികാരമാണ്. ഞങ്ങൾ വന്നിരിക്കുമ്പോഴേക്കും മോളിക്ക് നോക്കും അവനെടുക്കാൻ വേണ്ടി. അവനെടുക്കണം. പിന്നെ തന്നെയൊന്നും ഒരു റൂമിൽ തന്നെയൊന്നും ഇരിക്കില്ല ആള്. ആൾക്ക് എപ്പോഴും ആരെങ്കിലും കൂട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. ആദ്യമൊക്കെ ഞങ്ങള് നടലകത്ത് തന്നെ വെച്ച് പോയി വിവരിന്ന് കരയുന്നു. ഇവനാരെങ്കിലും ഒക്കെ കാണണം എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞങ്ങള് വാതിൽ തുറന്നിട്ടപ്പോ ഓടി വരുന്നു. അപ്പൊ അതുമാതിരി ഞങ്ങൾ ഉറങ്ങാൻ വന്നു കഴിഞ്ഞാൽ റൂമിലേക്ക് വരും. അവൻ കട്ടിലിന്റെ അടിയിൽ പോയിട്ട് ഉറങ്ങും. ചിലപ്പോ നേരത്തെ എഴുന്നേറ്റ് നമ്മളൊക്കെ ഇങ്ങനെ ഒച്ചയ്ക്ക് ഉണ്ടാക്കും. അല്ലെങ്കിൽ അവൻ ഉറക്കം കഴിയുമ്പോൾ എഴുതി പോരും. ഒരു ദിവസം ഞാൻ അവനെ കാട്ടിത്തരാം. പാച്ചൂടെ ഡേ ഇൻ മൈ ലൈഫ് കാട്ടിത്തരാം. ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോ ഇത് നന്നാക്കണം. കാരണം എനിക്ക് അവനെ എടുക്കാൻ പറ്റില്ല. ഇവിടെ വന്നിരിക്കേണ്ട ആള് ചക്കരക്കുട്ടാ അവന് ഞാൻ ഫ്രൂട്ട് ഇട്ട് കൊടുത്തിട്ട് അവൻ തിന്നാണ്. അങ്ങനെ അപ്പൊ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പരിപാടികൾ തുടങ്ങാം. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സി തുറക്കാം. നമുക്ക് ഈ സവാളയുടെ തൊരി ഉണ്ടല്ലോ, അത് കൈയോടെ തന്നെ ചെടിയിൽ അവിടെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ മറന്നിട്ട് വേസ്റ്റ് കൊട്ടയിൽ ഞാൻ തന്നെ ഇടും. സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഞാൻ നന്നാക്കി കഴിഞ്ഞോട്ടാ. ഇനി നമ്മുടെ അരി ഒന്ന് വെള്ളം വാല വയ്ക്കണം. 20 മിനിറ്റ് ആയി. 20 മിനിറ്റിന് കൂടുതൽ നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വാല വയ്ക്കുകയാണ്. ഈ വെള്ളം വാർന്നു പോണ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ വയ്ക്കുക. 5 ലിറ്ററിൻ്റെ കുക്കറാണ് നല്ലത് കേട്ടോ. അപ്പോൾ കറക്റ്റ് അരി കിടന്ന് വേവാനായിട്ടുള്ളൊരു സ്ഥലമൊക്കെ കിട്ടും. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തു. അത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണയോ എന്തായാലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫുൾ അങ്ങോട്ട് ഓയിൽ ഒഴിക്കണ്ടെന്ന് വിചാരിച്ചു. എന്നിട്ട് അതിലേക്ക് എല്ലാ മസാലക്കൂട്ടി ഇട്ട് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം ഉണ്ടെങ്കിൽ തക്കോലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനതൊക്കെ ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് ഒന്ന് നന്നായി മൂപ്പിക്കണം. അത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയില്ലേ, അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കും തോന്നും. പക്ഷേ ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. പെട്ടെന്ന് ജിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പണികൾ കഴിയും. പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാനിതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തണ്ടേ. സവാള വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മുട്ട പുഴുങ്ങിയെടുക്കാം. ഞാൻ കുക്കറിലാണ് സാധാരണ മുട്ട വേവിക്കാറ് കേട്ടോ. അപ്പോൾ കുക്കറിൽ നമുക്ക് തൊലിയൊന്നും ഇളകാണ്ട് നല്ല ഈസി ആയിട്ട് മുട്ട വേവിച്ചെടുക്കാൻ പറ്റും. അതിൽ ഒരു ട്രിക്ക് ചെയ്താൽ മതി. അതിൽ നമുക്ക് ആവശ്യമുള്ള മുട്ട ഇടുക, വെള്ളം ഒഴിക്കുക, ഉപ്പിടണം, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം. അതാണ് കേട്ടോ നമ്മുടെ സീക്രട്ട്. അത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വിസിലടിച്ച് നമുക്ക് വിസിൽ പോകുമ്പോൾ തുറക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മളത് കുറച്ച് പച്ചവെള്ളത്തിലെടുത്തിടണം. എന്നിട്ട് തൊലി പൊളിച്ച് നോക്കിയാൽ പെട്ടെന്ന് നമ്മുടെ തൊലിയൊക്കെ പൊളിഞ്ഞ് കിട്ടും. അതും മുട്ട ഒരു തിരി പോലും പൊട്ടില്ല. നമ്മുടെ ബിരിയാണിയുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു ചെറിയൊരു പൊടിക്കൈയാട്ടത്. അതിലേക്ക് നമ്മൾ ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. വറുക്കാത്ത മല്ലിപ്പൊടി ഉണ്ടല്ലോ, സാധാരണ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നത് അത്. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കണം. അത് കുറേ നേരമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റോളം കുതിർക്കാൻ വെച്ചാൽ മതി. നമ്മൾ ബിരിയാണി വെക്കാനായിട്ട് തുടങ്ങുന്ന ടൈമിൽ ഇത് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടാൽ മതി. അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് നല്ല രീതിയിൽ കുതിർന്ന് കിട്ടും. ഞാനിപ്പോൾ ഒഴിച്ചേക്കണ വെള്ളം ഒരു സ്വല്പം കൂടിപ്പോയിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടായിട്ടുള്ള ഒരു വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയേ.
നമ്മുടെ സവാളയുടെ കളറൊക്കെ ചേഞ്ച് ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമ്മൾ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മിക്സിയുടെ ജാറിൽ, അത് നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ കളർ മാറണം കേട്ടോ, അല്ലെങ്കിൽ മതിരിപ്പ് വരാൻ സാധ്യതയുണ്ട്. ഭയങ്കരമായിട്ട് കളറൊന്നും മാറണ്ട, എന്നാൽ ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരും വേണം. ഇതിലേക്ക് ഒരു കൂട്ടം കൂടി വേണം കേട്ടോ, ഒരു 3 തക്കാളി. കണ്ടാൻ്റെ ഈ തക്കാളി ട്വിൻസ് തക്കാളി, സയാമീസ് ഇരട്ടകളെ പോലുള്ള തക്കാളി ഞാൻ ആദ്യമായിട്ടാണ് കാണണേ. നമ്മൾ ലുല്ലുല് പോയപ്പോൾ വാങ്ങിയതാണ്, നല്ല രസമിട്ടല്ലേ കാണാൻ. അപ്പോൾ ഇത് 2 തക്കാളി ഉള്ള കാരണം ഒറ്റ തക്കാളിയിലേക്ക് കിട്ടിയത് സയാമീസ് ഇരട്ട തക്കാളി ആയതുകൊണ്ട്. അപ്പോൾ 3 തക്കാളി എടുക്കുക. സാധാരണ 2 തക്കാളിയൊക്കെ നമ്മൾ ബിരിയാണിക്ക് എടുക്കുള്ളൂ, പക്ഷേ ഇതിന് 3 തക്കാളി എടുക്കണ്ടേ. 3 തക്കാളി ആയതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ടേസ്റ്റ് മാറോ പുളിപ്പ് വരുമോ മധുരിപ്പ് വരുമോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റ് കൊടുക്കുക നമ്മുടെ ബിരിയാണിക്ക്. തക്കാളി ഇടുന്നതിനേക്കാളും മുൻപ് നമ്മൾ മല്ലിപ്പൊടിയും പെരിഞ്ചീരകം കൂടി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്നും കുഞ്ഞേ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാൻ കേട്ടാ. നമ്മുടെ സവാളയൊക്കെ നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ 3 തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഇനി വേറെ പണിയൊന്നുമില്ല കേട്ടോ, തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴന്ന് വരണ വരെ വെയിറ്റ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക, അത്ര വേണ്ടു. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ല രീതിയിൽ അങ്ങ് വഴച്ചെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. അത് നമ്മുടെ അരിയൊക്കെ കട്ട പിടിക്കാതിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റും കൊടുക്കും. എന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ. ഞാൻ ഇപ്പോൾ കൈമരി ആയതുകൊണ്ട് സാധാരണ ഞാൻ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ എടുക്കാം. പക്ഷെ നമ്മൾ കൈമരി ആയതുകൊണ്ട് സൂക്ഷിക്കണം, ഓരോ അരിക്കും ഓരോ തരത്തിലാണ് വേവ്. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് കറക്റ്റ് കുതിർത്ത് വെക്കണം. അതിലേക്ക് 1 ഗ്ലാസ്സിന് 1.25 ഗ്ലാസ്, ഏത് ഗ്ലാസ്സിലാണ് അരി എടുത്തത് അതിൽ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം, അതും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്, അതുകൊണ്ട് ഞാൻ 2.5 ഗ്ലാസ് വെള്ളം ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കണേ. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മസാലയൊക്കെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് തുടച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആളാണ് ഉപ്പ്. ഉപ്പ് എപ്പോഴും ബിരിയാണിയിൽ നിങ്ങളിടുമ്പോൾ അയ്യോ കൂടിപ്പോയില്ലോ, പക്ഷെ ഒത്തിരി കൂടിപ്പോയിന്ന് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നണം. ഉപ്പ് കൂടിയെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി വേകുമ്പോൾ കറക്റ്റ് പാകമായിരിക്കും കേട്ടോ നമ്മുടെ ഉപ്പ്. കറക്റ്റ് അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ടേസ്റ്റിൽ ഉപ്പ് ആയിന്ന് തോന്നിയിട്ട് നമ്മൾ പിന്നെ ഇടാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയിൽ നമ്മുടെ ഉപ്പ് കുറഞ്ഞ് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. നമ്മുടെ വെള്ളം നല്ല രീതിയിൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കണേ. അപ്പം നമ്മുടെ ബിരിയാണിയുടെ കറക്റ്റ് മണം കിട്ടും. മല്ലിയിലയാണ് ശരിക്കും ബിരിയാണിക്ക് അതിൻ്റേതായ ഒരു മണം കൊടുക്കണേന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയില്ലേ, അത് ഓരോന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുട്ട ആകെ നാശാവില്ലേന്ന്. പക്ഷെ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ, നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയോളൂ. മുട്ടയും കൂടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന അരിയില്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക, മൂടി വെച്ച് 1 വിസിൽ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ, നമ്മുടെ ബിരിയാണി റെഡിയാവും. ഇത് എൻ്റെ കുക്കറിലൊരു വിസിൽ വന്നിട്ടാണ് ഞാൻ നിർത്തിയിട്ടു. ഇനി ഈ സമയം കൊണ്ട് വിസിൽ പോകുന്ന സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ സാലഡൊക്കെ പ്രിപ്പയറൊക്കെ ചെയ്യാം. അപ്പം കറക്റ്റ് കഴിക്കുന്ന സമയത്തേക്കൊക്കെ റെഡിയാവും. ഇനി ഞാൻ വൈകുന്നേരത്തേക്കിന് വേണ്ടിയിട്ടാണ് ഞാനത് ഉണ്ടാക്കിയിരിക്കണത്. അപ്പം ആ സമയത്തേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ സാലഡൊക്കെ. പിന്നെ ഒരു പപ്പടും കൂടി വറുത്ത് കഴിഞ്ഞാൽ ബേഷായി, പിന്നെ നമുക്കൊന്നും വേണ്ട. ഈ സമയം കൊണ്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാനായിട്ടുള്ള പരിപാടികളാണ് കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞാൽ അതൊട്ടം വരും സ്കൂളിൽ നിന്ന്. അപ്പോഴേക്കും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം. കാരണം നമ്മൾ അരി എടുത്തതിൻ്റെ കുറേ അരികൾ അവിടെ വീണ് പോയി. അപ്പോൾ അതൊക്കെ നമ്മൾ വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ പിന്നെ ഉറുമ്പുകളൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങും. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്. ഇന്ന് എന്താണാവോ അധികം പാത്രമൊന്നും ഉണ്ടായിരുന്നില്ല കഴുകാൻ, നിസ്സാര പാത്രങ്ങളുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ പാത്രം കഴുകൽ പണി പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ കുക്കറിൻ്റെ വിസിലൊക്കെ തുറന്ന് ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് വേവായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി നെയ്യിൽ കുറച്ച് സവാള വറുത്തിടാന്ന്. ഇത് തികച്ച ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ പെട്ടെന്നൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്യാറില്ല. ഞാൻ ഈ കുക്കർ തുറന്നിട്ട് ചോറ് പിള്ളേർക്ക് പാക്ക് ചെയ്ത് കൊടുക്കാറ് പതിവ്. അപ്പോൾ ഇന്ന് എനിക്ക് സമയമുണ്ടല്ലോ, അപ്പോൾ എനിക്ക് തോന്നി സവാള വറുക്കാമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് 1 സവാള അതിലേക്ക് കുനുകുനാന്ന് അരിഞ്ഞിട്ടു, ഇങ്ങനെ കനം കുറഞ്ഞിട്ട്.
എന്നിട്ട് അത് വറുത്തെടുത്തിട്ട് എൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് ഇളക്കി. അപ്പോൾ ഒരു പ്രത്യേക ഒരു മണം കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇത്തിരി സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ബിരിയാണി. പക്ഷേ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് തിരക്കിൽ ഞാനിതൊന്നും ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. ഞാൻ പ്രത്യേകം പറയുകയാണേ, ഞാൻ ഈ എളുപ്പമാണ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണെന്തി കാണിക്കണേന്ന് നിങ്ങൾക്ക് വിചാരിച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു. കണ്ടോ നമ്മുടെ ബിരിയാണി തുറന്നപ്പോഴത്തെ അവസ്ഥ? നല്ല മണമാണ് കേട്ടോ. നല്ല മണമായിരുന്നു ഈ സമയത്ത്. എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ശരിക്കും കൊതി വരായിരുന്നു അങ്ങനെ ആവിയൊക്കെ പറഞ്ഞ കാണുമ്പം. ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു മണം നമുക്ക് ആ ബിരിയാണിയുടെ കറക്റ്റ് ഒരു മണം ഒത്തിരിയും കൂടി കൂടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഈ വറുത്ത് വെച്ച സവാളയും ഒക്കെ ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് മുട്ടയൊന്നും പൊട്ടാത്ത രീതിയിൽ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ബിരിയാണി പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അരി കറക്റ്റ് വേവായിരുന്നു. നമ്മുടെ ബിരിയാണി റെഡി ആയപ്പോഴത്തേക്കും നമ്മുടെ ആദൂട്ട സ്കൂളിൽ നിന്ന് വന്നു കേട്ടോ. അപ്പോൾ ആദൂട്ടിന് എന്തായാലും ലുലുന്ന് വാങ്ങിയ ക്രയോൺസ് കൊണ്ട് അവനെന്തോ പടമൊക്കെ വരയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ്റെ ഡ്രസ്സൊന്ന് മാറ്റിച്ച് കൊടുക്കാമെന്ന്. അല്ലെങ്കിൽ ഞാൻ അവിടെയൊക്കെ ഇരുന്ന് കളിച്ച് ആ വെള്ള ഷർട്ടൊക്കെ ചുവന്ന കളറാക്കും അവൻ. ഡ്രസ്സ് മാറ്റിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നമ്മ വന്നു കേട്ടോ. അന്നമ്മയും അൻ്റപ്പനൊക്കെ വന്നു. അവർക്കൊക്കെ ചായയൊക്കെ കൊടുത്തു. അവർക്ക് എപ്പോൾ തന്നെ ബിരിയാണി വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇല്ല വൈകുന്നേരം തരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ 5 മണിയായപ്പോൾ എൻ്റെ ട്യൂഷൻ പിള്ളേരൊക്കെ വന്നു കേട്ടോ. 2 പിള്ളേരുള്ളൂ, അതിൽ ഒരാളൊന്നും വന്നിട്ടില്ല. അപ്പോൾ സാത്ത് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. 1.5 മണിക്കൂറാണ് ട്യൂഷൻ. അങ്ങനെ 6:30 ആകുമ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞാൽ 7 മണിക്ക് കറക്റ്റ് 7 മണിക്ക് ഭക്ഷണം കഴിക്കും. അത് ചേട്ടന് നിർബന്ധമാണ്. നമ്മൾ രാത്രിയിൽ ഭക്ഷണം എപ്പോഴും നേരത്തെ ആക്കുന്നതാണ് നല്ലത് കേട്ടോ. ഒരു 6:30-7 മണിക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുമ്പോഴേക്കും ദഹിക്കും. അപ്പോൾ നമ്മൾ അധികം വണ്ണം വെക്കാണ്ടിരിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. ഞാനേ ട്യൂഷന്റെ സമയമായി, ഒരു കുട്ടി കൂടി വരാണ്ട് അവർക്ക് വരും. ഇവർക്ക് ഇത് പഠിപ്പിക്കുന്ന സമയമായി. 5 മണിക്ക് ഇവരെ പഠിപ്പിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഇവരൊക്കെ പഠിപ്പിക്കണം. നാളെ കുറെ പിന്നെ നാളെ ടെസ്റ്റ് പേപ്പർ നാളെ ടെസ്റ്റ് പേപ്പർ മറ്റന്നാളല്ലേ. 5 മണിക്ക് നാളെ മാക്സിമം ഇന്ത്യയിൽ ടെസ്റ്റ് പേപ്പറാണ്. പഠിപ്പിക്കട്ടെ.